അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഹബീബുമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഒരുപാട് സത്യവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും അതുപോലെ തന്നെ അവിടുത്തെ കീർത്തനങ്ങളും അവിടുത്തെ അപദാനങ്ങളും അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാം വീടുകളിൽ നാം നിരന്തരമായി മൗലിദ് പാരായണങ്ങൾ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുകയും ഒരുപാട് ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴി അതാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ മഹിതമായ മാതൃകയും അത് തന്നെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ അധ്യാപനങ്ങളെ നാം ഉൾക്കൊള്ളലാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ നാം സഞ്ചരിച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കാണിച്ചു തന്നിട്ടുള്ള ഏതെങ്കിലും അവിടുത്തെ ചര്യകളെ നാം ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. കാരണം അവിടുത്തെ ചര്യകളെ അനുധാവനം ചെയ്യുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള അവിടുന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് യാത്രയാവുകയും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കുകയും അത് സത്യവിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമ്മാനമായിട്ട് നൽകുകയും ചെയ്ത വളരെ വലിയ ദീർഘമായിട്ടുള്ളൊരു ചരിത്രം നമുക്കറിയാം. എന്നാൽ ആ 5 വഖ്ത് നമസ്കാരം പലപ്പോഴും നമ്മിൽ നിന്നും അശ്രദ്ധ കാരണം നാം പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. പല ആളുകളും അത് അനുഷ്ഠിക്കുക പോലും ചെയ്യുകയില്ല. പക്ഷേ ചില ആളുകൾ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നവരാണ്, പക്ഷേ ഒരുപാട് പിന്തിക്കൊണ്ടാണ് നാം നിസ്കരിക്കാറുള്ളത്. അതുപോലെ തന്നെ ജമാഅത്തിന് ഇത് നിസ്കരിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നത് ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം അവനക്ക് കിട്ടുന്ന വളരെ പുണ്യമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരുമ്പോഴാണ് തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ അധ്യാപനങ്ങളോട് നാം കൂറ് പുലർത്തിയെന്ന് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തോട് തന്നെ നാം ചോദിക്കേണ്ടതുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അസ്ഹാബുകളും കാണിച്ചു തന്ന വഴിയതാണ്. നബി തങ്ങൾ എന്ത് അനുഷ്ഠിച്ചിട്ടുണ്ടോ, അവിടുന്ന് എന്ത് സംസാരിച്ചിട്ടുണ്ടോ, അവിടുന്ന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതേപടി ജീവിതത്തിൽ അത് പകർത്തുകയും അത് ബാക്കിയുള്ള സമൂഹത്തിന് അവരുടെ ശേഷം വന്ന കാലക്കാർക്ക് അതിൻ്റെ അധ്യാപനങ്ങളെ പരിപൂർണമായി പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധമായിട്ടുള്ള നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാർ മുഴുവൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായിട്ടും നിസ്കാരം എന്നുള്ളത് നീചമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അതുപോലെ തന്നെ വളരെയധികം മലീമസമായി കൊണ്ടുള്ള എല്ലാത്തരം ചൈതികളെയും എല്ലാത്തരം ചിന്തകളെയും തടഞ്ഞു നിർത്തുന്ന വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നാം സുന്നത്ത് നിസ്കാരങ്ങളും അതുപോലെ തന്നെ ഫർളാക്കിയിട്ടുള്ള 5 വഖ്ത് നിസ്കാരങ്ങൾ അത് പൂർണ്ണാർത്ഥത്തിൽ നിസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹബീബ നബി തങ്ങളെ നാം പിൻപറ്റിയവരായി മാറും. അതുപോലെ തന്നെ ഒരുപാട് ഫർളായിട്ടുള്ള കാര്യങ്ങൾ നാം ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളോട് നാം കൂറു പുലർത്തിയിട്ടുള്ളവരായി മാറും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.